സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. നെതന്യാഹുവിനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ട്രംപിന്റെ ഗാസ സമാധാന കരാർ ഭാഗികമായി അംഗീകരിച്ചിരിക്കുകയാണ് ഹമാസ്. എന്തുകൊണ്ടാണ് നെതന്യാഹുവിന് അമ്പരപ്പ് ഉണ്ടായത് എന്നാണോ ചോദ്യം? അതിലേക്ക് എത്താം. എന്തായാലും കരാർ ഭാഗികമായി അംഗീകരിച്ചതിലൂടെ ഹമാസ് സ്വീകരിക്കുന്നത് തന്ത്രപരമായ സമീപനമാണ് എന്നാണ് വിലയിരുത്തൽ. ഹമാസ് എന്ന സംഘടനയുടെ നിലനിൽപ്പിന് തന്നെ അന്ത്യമാകുന്ന തരത്തിലുള്ള നിബന്ധനകൾ അടങ്ങിയിട്ടുള്ള കരാർ ഭാഗികമായി അംഗീകരിച്ചതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഹമാസ് ലക്ഷ്യം വെക്കുന്നത്. ഒന്ന്, ഗാസയിൽ എത്രയും വേഗം വെടിനിർത്തൽ കൊണ്ടുവരിക. രണ്ട്, അന്തിമ കരാറിൽ ഇനിയും ചർച്ച വേണമെന്ന നിലപാടിലൂടെ പലസ്തീൻ രാഷ്ട്രം എന്ന ഫോർമുല മുൻനിർത്തിയുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുക. ഹമാസിന്റെ ഈ തന്ത്രം മനസ്സിലായതോടെയാണ് നെതന്യാഹുവിന് അമ്പരപ്പുണ്ടായതെന്നാണ് റിപ്പോർട്ട്. ഹമാസ് കരാർ അംഗീകരിച്ച പശ്ചാത്തലത്തിലുള്ള പശ്ചിമേഷ്യൻ രാഷ്ട്രീയം വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള കരാറാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ, കരാർ അംഗീകരിച്ചാൽ ഹമാസിന് പിന്നെ ഗാസയിൽ തുടരാൻ കഴിയാത്ത സ്ഥിതി വരും. അത്തരത്തിലുള്ളതാണ് കരാർ. കൂടാതെ ഹമാസ് അംഗീകരിക്കാതെ നടപ്പാക്കാൻ കഴിയാത്തതുമാണ് കരാർ. അങ്ങനെ സങ്കീർണമായ ഒരു കരാറാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഹമാസ് ഈ കരാർ അംഗീകരിക്കില്ല എന്നാണ് നെതന്യാഹു വിചാരിച്ചത്. അത് മനസ്സിൽ വെച്ചാണ് നെതന്യാഹു ട്രംപിന്റെ കരാറിന് സമ്മതം മൂളിയത്. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി ഗാസയിലെ ആക്രമണം നിർത്തൂ എന്ന ട്രംപിന്റെ ഫോൺ കോൾ എത്തിയതോടെ നെതന്യാഹു അമ്പരന്നുപോയി എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹമാസ് കരാർ അംഗീകരിക്കില്ലല്ലോ, അപ്പോൾ പിന്നെ ഗാസ പൂർണ്ണമായും പിടിച്ചടക്കാം എന്ന മോഹത്തിലായിരുന്നു നെതന്യാഹു. ആ മോഹത്തിനാണ് തിരിച്ചടിയേറ്റിരിക്കുന്നത്. ഹമാസ് കരാർ അംഗീകരിച്ചത് ഇസ്രയേലിന്റെ ഗാസ ദൗത്യം എന്ന വിനാശകരമായ ദൗത്യത്തിന് ഏറ്റ വൻ പരാജയമെന്നാണ് പൊതുവെ വിലയിരുത്തൽ വരുന്നത്. എന്തായാലും ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഗാസയിൽ നിന്ന് പിന്മാറേണ്ട സ്ഥിതിയിലാണ് ഇസ്രയേൽ സേന ഉള്ളത് എന്ന് നമുക്ക് പറയാം. ഇത് തന്നെയാണ് ഹമാസും ഉദ്ദേശിച്ചത്. ഗാസ പൂർണ്ണമായി പിടിക്കുന്നതിൽ നിന്ന് ഇസ്രയേൽ സേനയെ തടയാൻ കരാർ അംഗീകരിക്കുന്നതിലൂടെ കഴിയും. ഒപ്പം തുടർ ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്യാം. കരാർ ഒറ്റയടിക്ക് നിരസിച്ചാൽ അത് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് പലസ്തീന് കിട്ടുന്ന പിന്തുണയെ ബാധിക്കും. അതാണ് ഹമാസ് പരിഗണിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹമാസിനെ ഈ തന്ത്രപരമായ സമീപനത്തിലേക്ക് എത്തിച്ചത് ഖത്തറും തുർക്കിയും ഈജിപ്തുമാണെന്നാണ് റിപ്പോർട്ടുകൾ. അതീവ രഹസ്യമായ ചർച്ചകളിലൂടെയാണ് ഈ തീരുമാനത്തിലേക്ക് ഹമാസ് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ചാരന്മാർക്ക് ഈ വിവരങ്ങൾ കിട്ടാതിരുന്നത്. നെതന്യാഹുവിന് അമ്പരപ്പുണ്ടായതും മറ്റൊന്നും കൊണ്ടല്ല. മാത്രമല്ല, ട്രംപിനും ഹമാസിന്റെ ഭാഗിക സമ്മതത്തെ തള്ളാൻ കഴിയാത്ത സ്ഥിതി വന്നു. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വഴിയെ പറയാം. ട്രംപിലെ കരാറിലെ ചില വ്യവസ്ഥകളോട് യോജിക്കാൻ ഹമാസിന് കഴിയില്ല, അത് ഉറപ്പാണ്. എന്നാൽ മറ്റു ചില വ്യവസ്ഥകളോട് ഹമാസിന് എതിർപ്പില്ല താനും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹമാസിനും പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രത്തിനും തീർത്തും ദോഷകരമായ നിബന്ധനകളാണ് കരാറിൽ ഉള്ളത്. പ്രത്യേകിച്ചും ഗാസയുടെ ഭരണം അന്താരാഷ്ട്ര നേതൃത്വത്തെ ഏൽപ്പിക്കാനുള്ള നീക്കം, ഹമാസിന്റെ നിരായുധീകരണം, ഇസ്രായേൽ സേനയുടെ സാന്നിധ്യം. ഈ നിബന്ധനകളോട് ഹമാസിന് യോജിപ്പില്ല. ഈ വിഷയങ്ങളിൽ വീണ്ടും ചർച്ച വേണം. എന്നാൽ ഗാസയിലെ വെടിനിർത്തൽ, ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങളോട് ഹമാസിന് യോജിപ്പാണ്. അതായത് വിയോജിപ്പുള്ള കാര്യങ്ങളിൽ ഇനിയും ചർച്ച വേണമെന്ന നിലപാടാണ് ഹമാസ് ഖത്തർ വഴി അമേരിക്കയെ അറിയിച്ചത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് ട്രംപ് ബോംബിംഗ് നിർത്തൂ എന്ന നിർദ്ദേശം നെതന്യാഹുവിന് നൽകിയത്. എന്ന് വെച്ചാൽ ചർച്ച തുടരാൻ ട്രംപ് സമ്മതം മൂളിയിരിക്കുന്നു എന്നും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. ട്രംപ് പ്രഖ്യാപിച്ച കരാറിനോട് സൗദിയും ഈജിപ്തും തുർക്കിയും ചില വിയോജിപ്പുകൾ അമേരിക്കയെ അറിയിച്ചിരുന്നു. തങ്ങളോട് പറഞ്ഞ കരാറല്ല ട്രംപ് പ്രഖ്യാപിച്ചത് എന്ന് തുർക്കിയും പാകിസ്ഥാനും പരസ്യമായി പിന്നീട് പറയുകയും ചെയ്തു. അറബ് രാഷ്ട്രങ്ങളുടെ ഈ അഭിപ്രായവും ട്രംപ് കണക്കിലെടുത്തു എന്നാണ് നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുക. അതുകൊണ്ടാണ് ഹമാസിന്റെ ഭാഗിക സമ്മതത്തെ ട്രംപ് തള്ളിക്കളയാത്തത്. അതായത് അന്തിമ കരാറിനായി ചർച്ചകൾ തുടരാമെന്ന സന്ദേശമാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഗാസ ഭരണം അന്താരാഷ്ട്ര സമിതിയുടെ കീഴിലാക്കുകയും ആ ഭരണസമിതിയിൽ പലസ്തീൻകാർ വേണ്ട എന്നുമുള്ള കരാർ വ്യവസ്ഥയോട് മുസ്ലിം രാജ്യങ്ങൾക്ക് എതിർപ്പ് ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. ഏകീകൃത പലസ്തീൻ എന്ന സങ്കല്പത്തെ അപ്രസക്തമാക്കുന്ന നീക്കമാണ് ഇതെന്നാണ് അവരുടെ അഭിപ്രായം. തൽക്കാലത്തേക്കാണെങ്കിലും വിദേശ ഭരണം എന്ന് പറയുമെങ്കിലും, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് വിദേശ ഭരണം എന്ന് പറയുമെങ്കിലും പിന്നീട് അത് കീഴ്വഴക്കമാകുകയും നിയമമായി മാറാനുമുള്ള സാധ്യത ഉണ്ട്. അതാണ് പലസ്തീന്റെ എന്നുമുള്ള തലവിധി. ഇത് മുൻകൂട്ടി കണ്ടാണ് മുസ്ലിം രാജ്യങ്ങൾ ഈ വിയോജിപ്പുകൾ അമേരിക്കയ്ക്ക് മുന്നിലേക്ക് വെച്ചത്. അറബ് ഇസ്ലാമിക് പിന്തുണയുള്ള സ്വതന്ത്ര ടെക്നോക്രാറ്റുകളുടെ സമിതിക്ക് ഭരണം കൈമാറാൻ തയ്യാറാണ് എന്നാണ്
ഹമാസിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്. അല്ലാതെ വിദേശികളുടെ ഭരണം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹമാസ് നിലപാടെടുക്കുന്നു. അതായത് മുസ്ലിം രാഷ്ട്രങ്ങളുടെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ഹമാസും ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്ന് അർത്ഥമാക്കാം. മറ്റൊരു കാര്യത്തിൽ കൂടി വ്യക്തത വേണമെന്നാണ് ഹമാസ് നേതാക്കൾ പറയുന്നത്. അത് ഇസ്രയേൽ സേനയുടെ പിന്മാറ്റത്തിന്റെ കാര്യത്തിലാണ്. ട്രംപിന്റെ കരാറിൽ ഇസ്രയേൽ സേനയുടെ ഗാസയിൽ നിന്നുള്ള പിന്മാറ്റത്തിന് കൃത്യമായ സമയപരിധി പറയുന്നില്ല. അതിൽ വ്യക്തത വേണം. ഒപ്പം ബഫർ സോണിലും ഇസ്രയേൽ സൈന്യത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഹമാസ് നിലപാട് സ്വീകരിക്കുന്നത്. അതായത് വിശാലാർത്ഥമുള്ള സങ്കീർണമായ ചർച്ചകൾ ഇനിയും ഈ വിഷയത്തിൽ വേണമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ബന്ദികളെ മോചിപ്പിച്ച ശേഷം ഹമാസിനെ പലസ്തീൻ മണ്ണിൽ നിന്ന് തുരത്താമെന്ന വ്യവസ്ഥകളാണ് ട്രംപിന്റെ കരാറിൽ ഉണ്ടായിരുന്നത്. ആ നിർദ്ദേശങ്ങളെ അപ്രസക്തമാക്കുന്ന തന്ത്രപരമായ നീക്കങ്ങളുമായാണ് ഹമാസ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിന് ഖത്തർ, തുർക്കി, ഈജിപ്റ്റ് രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയും ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആ അർത്ഥത്തിലാണ് ഹമാസിന്റെ പുതിയ നിലപാട് നെതന്യാഹുവിനും സംഘത്തിനും തിരിച്ചടിയാകുന്നത്. മാത്രമല്ല, ഹമാസ് കരാർ ഭാഗികമായി അംഗീകരിച്ചതിനെ ട്രംപ് സമ്മതിച്ചതും ഇസ്രയേലിന് തിരിച്ചടിയാണ്. ഗാസയെ ഫിനിഷ് ചെയ്യാമെന്ന നെതന്യാഹുവിന്റെ മോഹം ആ സാഹചര്യത്തിൽ നടക്കില്ല. എന്നാൽ ഹമാസിന്റെ ഭാഗിക സമ്മതത്തെ എന്തെങ്കിലും പുതിയ ന്യായീകരണം കൊണ്ട് നെതന്യാഹു മറികടക്കുമോ എന്നാണ് ലോകരാഷ്ട്രീയം നോക്കിക്കാണുന്നത്. കഴിഞ്ഞ തവണ വെടിനിർത്തൽ കൊണ്ടുവന്നപ്പോഴും അതിനെ ലംഘിച്ച് ആക്രമണം ആദ്യം നടത്തിയത് ഇസ്രയേലാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഹമാസ് സൈന്യത്തെ ആക്രമിക്കുന്നു എന്ന ന്യായീകരണം പറഞ്ഞാണ് അന്ന് വെടിനിർത്തൽ കരാർ നെതന്യാഹു ലംഘിച്ചത്. അതോടെയാണ് ബന്ദിമോചനവും ഗാസയിലെ ജീവിതവും ഒക്കെ ഒരു അനിശ്ചിതാവസ്ഥയ്ക്ക്, വളരെ വലിയ അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങിയത്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിനെ വിശ്വസിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ട് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം പറയുന്നത്. എന്നാൽ പഴയ സാഹചര്യങ്ങളല്ല മുന്നിലുള്ളത്, അല്ലെങ്കിൽ പഴയ സാഹചര്യത്തിലല്ല കാര്യങ്ങളുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ് നെതന്യാഹു. ഏറ്റവും അടുത്ത സഖ്യകക്ഷികളെല്ലാം നെതന്യാഹുവിനെ കൈവിട്ട് കഴിഞ്ഞൊരു സ്ഥിതിയുണ്ട്. ആകെയുള്ളത് അമേരിക്ക മാത്രമാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് മുന്നോട്ട് വെച്ച കരാർ ഹമാസ് ഭാഗികമായി അംഗീകരിച്ച സ്ഥിതിക്ക് ഇസ്രയേലിന് തൽക്കാലത്തേക്കെങ്കിലും ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അത് ട്രംപിന്റെ അപ്രീതിക്ക് കാരണമാകും. ട്രംപിന്റെ സമാധാന നൊബേൽ മോഹത്തിന് തിരിച്ചടിയാകും. മാത്രമല്ല, ലോകരാജ്യങ്ങളുടെ കൂടുതൽ രോഷത്തിന് കാരണമാവുകയും ചെയ്യും. ഇപ്പോൾ ചാഞ്ചാടി നിൽക്കുന്ന ഇറ്റലിയും പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലപാടിന് പിന്തുണ കൊടുക്കുന്ന രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. കാരണം രാജ്യത്തിനകത്ത് നിന്ന് പ്രധാനമന്ത്രി ജോർജിയോ മെലോനിക്ക് അത്രത്തോളം സമ്മർദ്ദമാണ് ഉള്ളത്. മാത്രമല്ല, ജർമ്മനിയിലും പലസ്തീൻ അനുകൂല വികാരമുണ്ട്. അത് ഭരണകൂടത്തിന് കണക്കിലെടുക്കേണ്ടി വരും. ഇതെല്ലാം കൊണ്ട് തന്നെ ഗാസയിൽ വെടിനിർത്തൽ ഉടൻ നടപ്പാക്കേണ്ട അവസ്ഥയിലാണ് നെതന്യാഹു ഉള്ളത്. ഹമാസ് സ്വീകരിച്ച തന്ത്രപരമായ നിലപാട്, അതിലൂടെ ചർച്ചകൾക്ക് വീണ്ടും വഴി തുറക്കുന്ന സമീപനം, ഇതെല്ലാം നെതന്യാഹുവിന് ഒരു തിരിച്ചടിയാണ് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. മുസ്ലിം രാഷ്ട്രങ്ങൾ കുറച്ചുകൂടി സജീവമായി പലസ്തീൻ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അവരുടെ സമ്മർദ്ദത്തെ അതിജീവിച്ച് നെതന്യാഹുവിനൊപ്പം മാത്രം നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ട്രംപും ഉള്ളത്. ഖത്തറിനെ ആക്രമിച്ച് നെതന്യാഹു ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ട്രംപിന് ആ നിലപാട് മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ. ഈ സാഹചര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഗാസയിൽ ഉടൻ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഗാസയിൽ പുതിയ പുലരികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിഷയത്തിൽ എന്തെല്ലാമാണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ചാനലിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.